ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മായയെ പറ്റിയാണ്. മായ എന്ന് പറയുന്നത് നിങ്ങളുടെ അയൽവാസിയെ പറ്റിയല്ല. നമ്മുടെ സനാതന ധർമ്മത്തിൽ അല്ലെങ്കിൽ ഹിന്ദുയിസത്തിലൊക്കെ പറയുന്ന മായ, ഇലൂഷൻ, ഡെലൂലു. ഡെലൂലുവിനെ പറ്റി ഇപ്പോൾ നമുക്ക് പറയാം. അത് പറയാനുണ്ടായ സാഹചര്യത്തെ പറ്റി ആദ്യം പറയാം. എൻ്റെ ഒരു വീഡിയോയിൽ താഴെ ഒരാൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അതായത് നീ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണേ. ചിലപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അവസാനം പറഞ്ഞ കാര്യമായിട്ട് മാച്ച് ആവാത്തതുകൊണ്ടായിരിക്കും പുള്ളിക്ക് അത് തോന്നിയത്. ഇതിൻ്റെ പ്രധാന റീസൺ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീനിയർ തിങ്കിങ് ഉള്ള നമ്മുടെ സാധാരണ മനസ്സുകൊണ്ട് റിയാലിറ്റിയോ കോൺഷ്യസ്നെസ്സോ അല്ലെങ്കിൽ മനസ്സിന് അതീതമായൊരു കാര്യമോ കോംപ്രഹെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു കഥ പറഞ്ഞുതരാം ആദ്യം. ആ കഥ നിങ്ങൾ കേൾക്കണം. ആ കഥ കേൾക്കുമ്പോൾ ഈ മായയെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇലൂഷനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റിയെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതായത് ഈ പണ്ടൊരു യോഗി, ആ യോഗിയുടെ പേരെനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നിരിക്കുന്നു. ഖാദി എന്നാണോ അങ്ങനത്തെ ഒരു പേരാണ്. പുള്ളി തപസ് ചെയ്യുകയാണ് ഗംഗയിൽ. പുള്ളി തപസ് ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങൾ തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് സാക്ഷാൽ ഭഗവാൻ നമ്മുടെ മഹാവിഷ്ണു, എല്ലാം അറിയുന്ന മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയാണ്. ഈ മഹാവിഷ്ണുവിനോട് ഈ യോഗി ചോദിക്കും, എനിക്ക് എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കുമല്ലോ ഓബിയസ്ലി പ്രത്യക്ഷപ്പെടുമ്പോൾ. എന്ത് വരം വേണമെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും, എനിക്ക് ഈ മായ അല്ലെങ്കിൽ യാഥാർത്ഥ്യം റിയാലിറ്റി എന്താണെന്ന് അറിയണം എന്നിങ്ങനെ ആവശ്യപ്പെടുകയാണ്. അപ്പം വിഷ്ണു പറയാം, അതിൻ്റെ ആവശ്യമുണ്ടോ, നിനക്ക് വേറെ എന്തെങ്കിലും മറ്റേ ഈ മായ എന്താണെന്ന് തിരിച്ചറിയാതെ തന്നെ മുക്തി, ജ്ഞാനം, സെൽഫ് റിയലൈസേഷൻ ഇത് നേടിയാൽ പോരെ, അതിനുള്ള വഴികൾ നോക്കിയാൽ പോരെ. അപ്പം പറ്റില്ല, എനിക്ക് മായ എന്താണെന്ന് അറിഞ്ഞാലേ പറ്റും. അപ്പോൾ മഹാവിഷ്ണു പറയും, ഓക്കെ, നിൻ്റെ ജീവിതത്തിലെ കാലത്തിൻ്റെ പോക്കിൽ നിനക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞ് മഹാവിഷ്ണു അപ്രത്യക്ഷമായി. അപ്പോൾ ഈ യോഗിക്ക് ഭയങ്കര ഒരു നിരാശ തോന്നി. അയ്യോ, ഞാൻ ഇത്രയും വർഷം തപസ് ചെയ്തു, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, എന്ത് വരം വേണമെന്ന് ചോദിച്ചു, എന്നിട്ട് എനിക്ക് മായ എന്താണെന്ന് പറഞ്ഞു തന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹം പിന്നെ ഒരുപാട് നാളിങ്ങനെ കാട്ടിലൂടെ അലഞ്ഞിരിഞ്ഞ് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ പുള്ളി കടന്നു പോവുകയാണ്. അപ്പം അങ്ങനെ കുറേ കാലം യാത്ര ചെയ്തതിനു ശേഷം പുള്ളിക്ക് വയ്യാതായി, വയസ്സായി. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച്. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് മക്കളെല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് അദ്ദേഹം ഈ സന്യാസി വേഷത്തിലെത്തുമ്പോൾ അദ്ദേഹത്തെ നല്ലപോലെ ട്രീറ്റ് ചെയ്യാനും വയസ്സാം കാലത്ത് ടേക്ക് കെയർ ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ അദ്ദേഹം അവിടെ ജീവിച്ച് മരണത്തിന് നേരിൽ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പുള്ളി എത്തിക്കഴിഞ്ഞു. പുള്ളിക്ക് അത്രയും പ്രായമായിരിക്കുകയാണ്. ഒരു ദിവസം പുള്ളി ഇങ്ങനെ മരണാസന്നയിലായിട്ട് ആ അത്രയും വയ്യാത്തൊരവസ്ഥയിലിരിക്കുമ്പോൾ ഒരു ചണ്ടാളനെ കാണുകയാണ് അദ്ദേഹം. ഈ ചണ്ടാളൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പണ്ടുള്ള കാലത്ത് ഈ താഴ്ന്ന ജാതി എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ചണ്ടാളൻ എന്ന് പറയുന്നൊരു കാറ്റഗറി. അവർ ഈ പാട്ടൊക്കെ പാടി മറ്റേ ഒരു ഒറ്റക്കമ്പി വാദ്യോപകരണമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ഈ യോഗിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ, ചണ്ടാളൻ, ഇങ്ങനെയും ഒരാൾ ഒരുപാട് ജീവിതങ്ങൾ ഈ നാട്ടിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വന്നാൽ എന്താ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. എന്നാൽ ഈ ചിന്തിക്കുന്ന അതേ നിമിഷത്തിൽ അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഇൻറ്റൻസിറ്റി വളരെ ഹൈ ആയതുകൊണ്ടും പുള്ളിയുടെ ആ ഒരു മനനം ചെയ്തുകൊണ്ടിരുന്ന അതിനെപ്പറ്റി ആയതുകൊണ്ടും അടുത്ത ജന്മത്തിൽ ഒരു ചണ്ടാള കുലത്തിൽ ചണ്ടാളനായിട്ട് ഇദ്ദേഹം ജനിക്കുകയാണ്. നമ്മുടെ യോഗി, ഇവിടെ യോഗി ചണ്ടാളനായിട്ട് ജനിക്കുന്നു. അദ്ദേഹം അവിടെ ഈ ഒറ്റക്കമ്പി വാദ്യോപകരണം വായിക്കാനും മനോഹരമായ പാട്ട് പാടാനൊക്കെ പഠിക്കുന്നു. ചണ്ടാളന്മാരുടെ ഇടയിൽ തന്നെ വളരെ പ്രൗഢഗംഭീരമായ ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. ആ ഇമേജ് കാരണം അദ്ദേഹം അവിടെ തന്നെ ആ കുലത്തിൽ തന്നെ കല്യാണം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു. അങ്ങനെ സന്തോഷമായിട്ട് അദ്ദേഹം അവിടെ ജീവിക്കുകയാണ്. അങ്ങനെ കുറേ വർഷം അദ്ദേഹം അവിടെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കഷ്ടകാലം ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യം മരിക്കുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മക്കൾ മരിക്കുന്നു. സോ ഈ മരണങ്ങളെല്ലാം കാരണം അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വിഷമമുണ്ടായി. വിഷമമുണ്ടായത് കാരണം അദ്ദേഹം ഈ ചണ്ടാള ഗ്രാമമൊക്കെ ഉപേക്ഷിച്ച് ഇനി എന്ത് വേണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ അലഞ്ഞു തിരിയുകയാണ് ഒരു ഭ്രാന്തനെ പോലെ. അദ്ദേഹം അലഞ്ഞിരിഞ്ഞ് കീരമണ്ഡലം എന്ന് പറയുന്ന ഒരു നഗരത്തിലെത്തിയെന്നാണ് കഥ. ഈ കീരമണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം നോക്കുകയാണ്, ഒരു ആന നടന്നു വരികയാണ്. ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രാജാവ് മരിച്ചുപോയി. ആ സ്ഥലത്തെ രാജാവിന് മക്കളില്ല. അപ്പോൾ അടുത്ത രാജാവിനെ കണ്ടെത്താൻ വേണ്ടി ആനയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതായത് പൂജയൊക്കെ ചെയ്ത് ആനയുടെ ഒരു ഹാരോ ആനയുടെ കയ്യിൽ കൊടുത്ത് വിട്ടേക്കുകയാണ്. ആരുടെ കഴുത്തിലാണ് ഈ ആന കൊണ്ട് ഈ ഹാരം ഇടുന്നത് അവരെ രാജാവായിട്ട് അംഗീകരിക്കുക, അവിടുത്തെ ജനങ്ങളെ കടിയായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ആന നേരെ വന്ന് നമ്മുടെ ഈ ഇപ്പം ചണ്ടാള രൂപത്തിലുള്ള നമ്മുടെ യോഗിയുടെ കഴുത്തിലങ്ങ് ഇട്ടുകൊടുക്കുകയാണ്.
ഇത് കണ്ട ആളുകളൊക്കെ ഓടിക്കൂടി ആളുകൾക്ക് മനസ്സിലാക്കെ കാണാൻ വളരെ സുമുഖനും സുന്ദരനുമായ ഇദ്ദേഹം ആണ് നമ്മുടെ രാജാവാവേണ്ടതെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവരെ ക്ഷണിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോയി പുള്ളി രാജാവാക്കുന്നു. രാജാവാക്കിയതിനു ശേഷം അദ്ദേഹം അവിടെ പുതിയ റാണിമാരുണ്ടാവുന്നു, അതിൽ മക്കളുണ്ടാകുന്നു. വളരെ മനോഹരമായി അദ്ദേഹം രാജ്യം ഭരിക്കുകയാണ്. രാജ്യത്തിലെ ജനങ്ങൾക്കെല്ലാം അദ്ദേഹം വളരെ പ്രിയപ്പെട്ടവനായി മാറി. അദ്ദേഹം ഇത്രയും കാലം ഭരിച്ചതിൽ ഏറ്റവും നല്ല രാജാവായിട്ട് അദ്ദേഹത്തെ പറ്റി എല്ലാവരും പറയുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും ഒരു പുതിയ ജന്മം കിട്ടിയതുപോലെ ആ ജന്മത്തിൽ തന്നെ രാജാവിൻ്റെ വേഷവും അദ്ദേഹം സ്വീകരിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ സ്വസ്ഥവും സമാധാനവുമായി അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം അദ്ദേഹം ഈ ഉദ്യാനത്തിൽ കൂടെ നടക്കുമ്പോൾ ഒരു ചണ്ടാളൻ അദ്ദേഹത്തിൻ്റെ പഴയ ഒറ്റക്കമ്പി വാദ്യോപകരണം വായിച്ച് പാട്ട് പാടുന്ന ഇദ്ദേഹം കേൾക്കും. ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹം ഓടി അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പൂർവ്വ വാസന ഉള്ളിലുണ്ടല്ലോ, ആ വാസന കാരണം തന്നെ അദ്ദേഹം ഈ വാദ്യോപകരണം മേടിച്ച് അത് വായിക്കുകയും വളരെ മനോഹരമായി സ്വയം മറന്ന് പാടുകയൊക്കെ ചെയ്യും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് കണ്ടുകൊണ്ട് നമ്മുടെ മന്ത്രിയും നാട്ടുകാർ പലരുമൊക്കെ വരും. അവരിത് കണ്ട് ഞെട്ടിപ്പോവും. അവർ നോക്കും, ഈശ്വരാ, ഇദ്ദേഹം അപ്പോൾ ശരിക്കും ചണ്ടാളനായിരുന്നു. ഇദ്ദേഹം ആരാണെന്ന് അന്വേഷിക്കാതെ, ഇദ്ദേഹത്തിൻ്റെ ജാതിയോ കുലമോ അന്വേഷിക്കാതെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സുമുഖനായ ആ ഒരു അപ്പിയറൻസ് കണ്ട് ഹാരം ആനയിട്ടെന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ രാജാവായിട്ട് സ്വീകരിച്ചല്ലോ എന്നവർക്ക് എല്ലാവർക്കും വിഷമം തോന്നി. ഈ സത്യം അറിഞ്ഞ രാജ്ഞിമാരൊക്കെ തീരിച്ചാടി മരിച്ചു എന്നാണ് പറയുന്നത്. മന്ത്രിമാരും പലരും ആത്മഹത്യ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ആ നാട്ടിൽ തന്നെ ഇപ്പം ക്ഷത്രിയനെ മാത്രമേ രാജാവാകാൻ പാടുള്ളൂ എന്നാണ് കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു പ്രത്യേക ക്ഷത്രിയൻ അല്ലെങ്കിൽ പോലും ഈ വളരെ താഴ്ന്ന കുലത്തിൽപ്പെട്ട ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾ റെഡിയല്ല. അന്നത്തെ കാലത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം ആത്മഹത്യ ചെയ്തു. ആ നാട്ടിലെ ബ്രാഹ്മണന്മാരെല്ലാം പ്രായശ്ചിത്തമായിട്ട് ചാന്ദ്രായന വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി കാശിയിലേക്ക് പോയി. അങ്ങനെ മൊത്തത്തിൽ കയോസ് ആൻഡ് ട്രാജഡി. ഇതെല്ലാം കാണുന്ന നമ്മുടെ രാജാവ്, അതായത് പൂർവ്വജന്മത്തിലെ യോഗി ഈ ജന്മത്തിൽ ചണ്ടാളനായി ജനിച്ച് പിന്നീട് രാജാവായി മാറിയ വ്യക്തി, അദ്ദേഹത്തിന് ഭയങ്കര വിഷമം ഉണ്ടാവുകയാണ്. അദ്ദേഹം ആലോചിക്കണം, ഈശ്വരാ, ഞാൻ അവരോട് പറയേണ്ടതായിരുന്നു ഞാൻ ചണ്ടാളനാണെന്ന്. അതറിയാതെ എന്നെ രാജാവിനെ പോലെ അവർ സ്നേഹിക്കുകയും എനിക്കെല്ലാം തരികയും ഒക്കെ ചെയ്ത അവർക്ക് ഞാനൊരു വലിയ ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ ഞാൻ കൊടുത്തു. അത് കാരണം എൻ്റെ രാജ്ഞിമാർ ആത്മഹത്യ ചെയ്തു, എൻ്റെ മന്ത്രിമാർ ആത്മഹത്യ ചെയ്തു, എൻ്റെ രാജ്യത്തിലെ പലരും ഭ്രാന്ത് പിടിച്ചവരെ പോലെ അലയുന്നു, ചിലർ നാട് വിട്ടുപോയി. ബ്രാഹ്മണന്മാരൊക്കെ ചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കാശിയിലേക്ക് പോയി. അങ്ങനെ ടോട്ടൽ കയോസ്. ഇതെല്ലാം നമ്മുടെ യോഗിയായിട്ടുള്ള ഇപ്പോഴത്തെ രാജാവിനെ ഭയങ്കരമായി ഡിപ്രഷനിലാക്കുകയാണ്. അദ്ദേഹം ആ വിഷമം കാരണം പ്രായശ്ചിത്തമായിട്ട് ഞാനും തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന അദ്ദേഹം ചിന്തിക്കുകയും അദ്ദേഹം തീയിലേക്കെടുത്ത് ചാടുകയും ചെയ്തു. ഈ തീയിലേക്കെടുത്ത് ചാടി ഒരു നിമിഷത്തിനകം അദ്ദേഹം ഞെട്ടി ഉണരും. നോക്കുമ്പോൾ നമ്മുടെ ഈ യോഗി ആ ഗംഗയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഗംഗയിൽ പകുതി വെള്ളത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതായത് സാക്ഷാൽ മഹാവിഷ്ണു അപ്രത്യക്ഷമായിട്ട് ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല. അതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത്? അതിനിടയ്ക്ക് അദ്ദേഹം വാനപ്രസ്ഥത്തിന് പോയി, പിന്നെ പൂർവാശ്രമത്തിലേക്ക് തിരിച്ചു പോയി, അവിടെ ജീവിച്ചു, വയസ്സായി മരിച്ചു, ചണ്ടാളനെ കാണുന്നു, ചണ്ടാളനെ പറ്റി ആലോചിക്കുന്നു, അടുത്ത ജന്മത്തിൽ ചണ്ടാളനായിട്ട് ജനിക്കുന്നു, അങ്ങനെ കുറേ കാലം ജീവിക്കുന്നു, ഭാര്യയും മക്കളും ഒക്കെ മരിച്ചു പോകുന്നു, വീണ്ടും യാത്ര ചെയ്ത് അടുത്തൊരു സ്ഥലത്ത് കീരമണ്ഡലം എന്നുള്ള ദേശത്തെത്തുന്നു, അവിടെ രാജാവാകുന്നു. അവർ ചണ്ടാളനാണെന്ന് തിരിച്ചറിയുമ്പോൾ അവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. അത് കണ്ടിട്ട് ഞാനും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ആത്മഹത്യയിലേക്ക് ചാടുമ്പോഴത്തേക്ക് അദ്ദേഹം ഞെട്ടി ഉണരുകയാണ്. മഹാവിഷ്ണു അപ്രത്യക്ഷമായിട്ട് ഒരു നിമിഷം പോലും ആയിട്ടില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അദ്ദേഹം ഈശ്വര, ഇതാണോ മായ? ഞാൻ ഒരു നിമിഷം മനസ്സിൻ്റെ കയ്യിൽ തെന്നിപ്പോയപ്പോൾ എന്തെല്ലാമാണ്, ഞാൻ എത്ര ജന്മം ജീവിച്ചിരിക്കുന്നു ഒരു നിമിഷത്തിൻ്റെ മാത്രയിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഗംഗയിൽ നിന്ന് കരയിലേക്ക് കയറുകയാണ്. കരയിലേക്ക് കയറി അദ്ദേഹം വന്ന് അവിടെ ഒരിടത്ത് വിശ്രമിക്കുമ്പോൾ തൊട്ടടുത്ത് അദ്ദേഹം ഒരു ബ്രാഹ്മണൻ വിശ്രമിക്കുന്നത് കാണും. ഒരു ബ്രാഹ്മണനൊക്കെ അന്നത്തെ കാലത്ത് ഒരു യോഗിയായാലും കണ്ടു കഴിഞ്ഞാൽ വളരെ ഹയർ പൊസിഷനിലുള്ള ആളായതുകൊണ്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് ഒരു നാട്ടുനടപ്പ്, അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ആ ബ്രാഹ്മണനെ കാല് കഴുകി കൊടുക്കുന്നു, ബ്രാഹ്മണന് ആഹാരം കൊടുക്കുന്നു. ആഹാരമെല്ലാം കഴിച്ച് കഴിഞ്ഞ് ബ്രാഹ്മണൻ വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുമ്പോൾ ആ ബ്രാഹ്മണനോട് ഇങ്ങനെ ഒരു കുശലമായിട്ട് നമ്മുടെ യോഗി ഇങ്ങനെ ചോദിക്കും, താങ്കൾ ആരാണ്, എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം, ആ ബ്രാഹ്മണൻ പറയും, ഞാൻ കാശിയിൽ നിന്ന് വരെയാണ്. കാശിയിൽ നിന്ന്? അവിടെ എന്തായിരുന്നു പരിപാടി? ഈ ബ്രാഹ്മണൻ പറയും, ഞാൻ കീരമണ്ഡല ദേശത്തുനിന്ന് വരെയാണ്. നമ്മുടെ രാജാവ് മരിച്ചു പോയപ്പോൾ നമ്മളൊരു ആനയെ വെച്ചൊരു പുതിയ രാജാവിനെ തീരുമാനിക്കാൻ നോക്കുന്നു. അങ്ങനെ ആന തിരഞ്ഞെടുത്ത ആളൊരു ചണ്ടാളനായിരുന്നു. നമ്മളത് അറിയാതെ അദ്ദേഹത്തെ പിടിച്ച് രാജാവാക്കി. അത് തിരിച്ചറിഞ്ഞ് മാത്രമേ നമുക്ക് വളരെ വിഷമമുണ്ടായി. അപ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ടും ഈ പാപമൊക്കെ കഴുകാനുമായിട്ട് ഞാൻ കാശിയിൽ ചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കാൻ പോയിട്ട് വരാണെന്ന്. മനസ്സിലായോ? ഇത് കേട്ട് നമ്മുടെ യോഗി ഞെട്ടി.
യോഗി നേരെ ഈ കീരമണ്ഡല ദേശത്തിലേക്ക് പോകുന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. കീരമണ്ഡല ദേശം അവിടെ ഉണ്ട്, അവിടുത്തെ രാജാവിൻ്റെ കഥയും ചണ്ടാളൻ രാജാവായി മാറിയ കഥയും ഒക്കെ ശരിയാണ്. അദ്ദേഹം ആ ചണ്ടാള കുലത്തിലേക്ക് പോകുന്നു. അവിടെ അങ്ങനെ ഒരു ചണ്ടാളൻ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ മരിച്ചു പോയപ്പോൾ അദ്ദേഹം നാട് വിട്ടു പോയിട്ടുണ്ട്. എല്ലാം സത്യമാണ്. ശരിക്കും നമ്മുടെ ഈ യോഗി അങ്ങ് കുഴങ്ങിപ്പോയി. എന്താണ് ഇവിടെ നടക്കുന്നത്? അതായത് ശരിക്കും ഈ മഹാവിഷ്ണുവിൻ്റെ പ്രത്യക്ഷപ്പെടലിന് ശേഷം ഉണ്ടായതെല്ലാം ഒരു സ്വപ്നമായിരുന്നോ? അതോ ഇപ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണോ സ്വപ്നം? അതോ കീരമണ്ഡല ദേശത്ത് സംഭവിച്ചതാണോ സ്വപ്നം? കീരമണ്ഡല ദേശത്തിലെ രാജാവ് ഉറങ്ങുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതാണ് ഈ മായയുടെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഡെലൂലു എന്നൊക്കെ പറയുന്നത്. നമ്മൾ നോർമലി കാണുന്ന നമ്മുടെ ചുറ്റുപാടിനൊരു പ്രശ്നം ഇതാണ്. അതായത് ഇതിനെ മനസ്സിലാക്കാൻ നോക്കിയാൽ, ഇതിനെ കോംപ്രഹെൻഡ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ഇതിലെന്താണ് റിയാലിറ്റി അല്ലാത്തതെന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും ഒരു സെൻ മാസ്റ്റർ ഒരു ചിത്രശലഭമായിട്ട് മാറുന്നതായിട്ട് സ്വപ്നം കണ്ട് ഉറക്കമെണീച്ചതിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം സ്വപ്നത്തിലൊരു ചിത്രശലഭമായിരുന്നു, അദ്ദേഹം പറന്ന് നടക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ഞെട്ടി ഉണർന്നപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ആലോചിച്ചു, ശരിക്കും ഞാൻ ഒരു മനുഷ്യനായിട്ട് ഞാൻ ചിത്രശലഭത്തിൻ്റെ സ്വപ്നം കണ്ടതാണോ, അതോ ശരിക്കും ചിത്രശലഭമായ ഞാനൊരു മനുഷ്യനാണോ സ്വപ്നം കാണുകയാണോ? ആ ഒരു പാരഡോക്സ് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, റിയലാണെന്ന് നമുക്ക് തോന്നും. അതേസമയം നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അയ്യോ, അതെല്ലാം വെറും സ്വപ്നമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും. മനസ്സിലായ എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നമാണ് നമ്മുടെ യാഥാർത്ഥ്യം. എന്നാൽ ഉണർന്നു കഴിയുമ്പോൾ അത് വെറും സ്വപ്നം. ഉണർന്നതിന് ശേഷം മാത്രമേ നമുക്ക് അത് സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഹാഫ് സ്ലീപ്പിലും ഹാഫ് ഉറക്കത്തിലും ഹാഫ് സ്വപ്നത്തിലുമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ശരിക്കും ഒരു പ്രോപ്പർ ഡ്രീം കാണുമ്പോഴുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇതുപോലെയാണ് ജീവിതവും. നമ്മൾ ഈ ശരിക്കും ഒരു റിയലൈസേഷൻ ഉണ്ടായി പ്യുവർ കോൺഷ്യസ്നെസ് എന്താണെന്ന് തിരിച്ചറിയുന്നവരെ ഈ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് നമുക്ക് തോന്നും, നമ്മുടെ ചുറ്റിനും നടക്കുന്നത്. എന്നാൽ സെൽഫ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതായത് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ആൾക്ക് ആ സംഭവിച്ചത് വേറെ സ്വപ്നമാണെന്നുള്ള തിരിച്ചറിവുണ്ട്. എന്നാൽ ഉറക്കത്തിൽ നിന്ന് ഉണരാത്തത് വരെയും ആ സ്വപ്നമാണ് യാഥാർത്ഥ്യം നമുക്ക് തോന്നും. അപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പം ഞാൻ പറഞ്ഞ കഥയെ പോലെയാണ്. അതായത് ഇതിലെന്താണ് ശരി, എന്താണ് തെറ്റ്, എവിടെയാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അപ്പോൾ ലീനിയറായിട്ട് നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമുക്ക് യാതൊരു തരത്തിലും കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാറേ ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ശരിക്കും മനസ്സിൻ്റെ വെളിയിലേക്ക് വരണം. കാരണം മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് റീസണിങ്ങും അനലിറ്റിക്സും അനലൈസേഷനും മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മായയെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഡെലൂലുവിനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിൽ നിന്ന് പുറത്ത് വരുമ്പോൾ മനസ്സിന് അതീതമാണ് ഈ ഒരു സ്വപ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത് മനസ്സിൻ്റെ ഉള്ളിലാണ്. മനസ്സിലാണ് ഈ ഇലൂഷൻ സംഭവിക്കുന്നത്, അതായത് മായ സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ മാത്രമേ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഈ യാഥാർത്ഥ്യം മറ്റൊരാൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. നിങ്ങളത് സ്വയം തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പോയിൻ്റ്. കീരമണ്ഡല ദേശത്തിലെ രാജാവിനെ പോലെ, അല്ലെങ്കിൽ അവിടെ തപസ് ചെയ്ത യോഗിയെപ്പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചണ്ടാളനായിട്ട് ജീവിച്ച ആൾ, ഇതെല്ലാം ഒരാൾക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതെല്ലാം ഒരാൾക്ക് സംഭവിച്ചതാണോ? ആണെങ്കിൽ ആരാണ് സ്വപ്നം കണ്ടത്? അല്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം? അദ്ദേഹം ഞെട്ടി ഉണർന്ന സമയത്ത് ആ മാത്രയിൽ മനസ്സ് സഞ്ചരിച്ചതാണോ? കാരണം കീരമണ്ഡല ദേശത്ത് പിന്നീട് അദ്ദേഹം പോയി അന്വേഷിച്ചപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്. അപ്പോൾ ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ആ പാരഡോക്സ് നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കാനേ സാധിക്കുകയുള്ളൂ, ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല. ഇതുപോലെ തന്നെയാണ് യാഥാർത്ഥ്യവും, അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ ശുദ്ധബോധം എന്ന് പറയുന്നത്. അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരിക്കലും റിയലൈസ് ചെയ്യാൻ പറ്റില്ല. റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് ദ വർക്ക് ഇൻ. അതായത് ആദ്യം ആ ഒരു സ്വാഭാവികത സംഭവിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് നിങ്ങൾ പോകണം. അതിന് ഈ വീഡിയോ കാണുന്നത് നിങ്ങളെ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് മാത്രം സഹായിക്കും. പക്ഷേ അപ്പോഴും ആ ഒരു മനസ്സിലാക്കലിന് വേണ്ടി മാത്രമേ സഹായിക്കുകയുള്ളൂ. അല്ലാതെ ശരിക്കും പ്യുവർ കോൺഷ്യസ്നസ് റിയലൈസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും സാധിക്കില്ല, 100%. ഓക്കെ, താങ്ക് യു.